ഒട്ടനവധി സിനിമകളിൽ സഹോദരങ്ങളായും കൂട്ടുകാരായും ശത്രുക്കളായുമായി എല്ലാം ഒരുമിച്ച് അഭിനയിച്ചുള്ളവരാണ് ജയറാമും ജഗദീഷും. ഇരുവരും ഒരുമിച്ച് നിരവധി ഹിറ്റ് സിനിമകളും ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂടെ കാണുന്ന കോമഡി സെന്റി സീനുകൾ സമ്മാനിച്ചിട്ടുമുണ്ട്. അവസാനമായി ഒരുമിച്ചത് പ്രത്യക്ഷപ്പെട്ട ഓസ്ലറായിരുന്നു. സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ രണ്ടുപേർക്കും അപാര കഴിവാണ്. അവിടെ സൂപ്പർ സ്റ്റാറുകൾ പോലും ഒന്ന് മാറി നിൽക്കും. തമിഴിൽ വരെ പോയി ഒരു വലിയ ജനക്കൂട്ടത്തെ 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള പ്രസംഗത്തോടെ ജയറാം കയ്യിലെടുത്തിട്ടുണ്ട്. അഭിനയം മാത്രമല്ല, അധ്യാപകനായതുകൊണ്ട് തന്നെ അവതാരകന്റെ റോളിലും ജഗദീഷ് തിളങ്ങാറുമുണ്ട്. ഇപ്പോഴിതാ പ്രിയ സുഹൃത്ത് ജയറാമിനൊപ്പമുള്ള ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ജഗദീഷ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ജയറാമിനെ ഓർക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു വരുന്നൊരു ഓർമ്മ പങ്കുവെക്കാൻ അവതാരക ജഗദീഷിനോട് ആവശ്യപ്പെട്ടു. രസകരമായ ഒരു കഥ നടൻ പങ്കുവച്ചു. ഒരു ഡോഗ് ഷോയ്ക്ക് ഗസ്റ്റായി ജയറാമിനെ വിളിച്ചു. അന്ന് ബെഹ്റൻ സാറായിരുന്നു അവിടുത്തെ കമ്മീഷണർ. ജയറാമിനെയും എന്നെയും കൂടിയാണ് വിളിച്ചത്. ഗസ്റ്റായി ചെല്ലാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ ജയറാം സംഘടനയോട് ഏറ്റിരുന്ന ഡോഗ്സിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രീഡിനെ കൊണ്ടുവരാമെന്ന്. ജയറാമിനും ഇക്കാര്യമെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ അന്ന് ജയറാം കൊണ്ടുവന്നില്ല. ശേഷം പരിപാടിയിൽ പങ്കെടുത്ത ജയറാം പ്രസംഗിച്ചു എന്ന വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരമായി ഞാൻ ജഗദീഷിനെ കൊണ്ടുവന്നതാണ്. അതിനു മറുപടിയായി ഞാൻ പറഞ്ഞു, ജയറാം പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ പ്രസംഗിച്ചാൽ ഒരു ചിരി കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തത് ഞാനാന്ന് പറഞ്ഞു എന്ന ജഗദീഷ് പറഞ്ഞത്. നടന്റെ വാക്കുകൾ അതിവേഗത്തിൽ വൈറലായി. ഇരുവരുടെയും സൗഹൃദവും സുഹൃത്തിനെ തിരിച്ചു വേദനിപ്പിക്കാനുള്ള സരസമായി മറുപടി നൽകാൻ ജഗദീഷ് ശ്രമിച്ചതും പ്രശംസിച്ചാണ് കമന്റുകൾ വന്നത്. അപമാനിച്ച ആളെ തിരിച്ച് അപമാനിച്ചതില്ല. വ്യക്തിത്വം എത്രമാത്രം മനോഹരമായി സൂക്ഷിക്കുന്നു എന്നാണ് അതിൽ നിന്ന് തന്നെ വ്യക്തം. ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം ജഗദീഷിന്റെ കാലഘട്ടത്തിലുള്ള നടന്മാരിൽ നിന്ന്, അഭിനേതാക്കളിൽ നിന്ന് യുവതലമുറയിലെ താരങ്ങൾ കണ്ടുപഠിക്കണം എന്നിങ്ങനെയാണ് കമന്റുകൾ. അമ്മൻ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് വന്നിരുന്നുവെങ്കിൽ സംഘടനയ്ക്ക് നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്നും കമന്റുകളുണ്ട്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയെ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷ് പത്രിക സമർപ്പിച്ചിരുന്നു. നടൻ പിന്നീട് പത്രിക പിൻവലിച്ചു. സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ജഗദീഷ് പിന്മാറിയത്. ശ്വേതാ മേനോനാണ് സംഘടനയുടെ പുതിയ പ്രസിഡന്റ്. സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും സംഘടനയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ജഗദീഷിന്റെ തീരുമാനം. 70കൾ പിന്നിട്ട ജഗദീഷിന് ഇല്ലാത്ത സിനിമ മലയാള സിനിമ ഇപ്പോൾ കുറവാണ്. ഇമേജ് ഭയമില്ലാത്ത എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ ജഗദീഷിന് കഴിയാറുമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജയറാമിനേക്കാൾ തിരക്കുള്ള നടനാണ് ഇപ്പോൾ താരം.